ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു എൻക്വയറി ആയിട്ട് പോവാണ്. നമുക്ക് ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോകണം. ഇന്നും പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. കാരണം ഈ പറഞ്ഞ പോലെ മാഡം പുറത്താണ്, ശനിയാഴ്ച വരുള്ളൂ. പക്ഷേ ചില്ലറ പണികളൊക്കെ ഉണ്ട്. ഒന്ന് രണ്ട് സ്ഥലത്ത് മാറി പോകാണ്ട്. പിന്നെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ഒരു ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോകണം. അപ്പോൾ അങ്ങോട്ട് പോയി അവിടെ കാര്യങ്ങൾ അന്വേഷിക്കാണ്ട് കുറച്ച്. അതെന്താ അന്വേഷിക്കേണ്ടതെന്നൊക്കെ എന്താ അന്വേഷിച്ചത്, എന്തിനെ പറ്റിയാണ് അന്വേഷിക്കണം എന്നുള്ളതൊക്കെ അത് അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ചിലപ്പോൾ ഈ ഖത്തറിലുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നോക്കട്ടെ. പണിക്കാർക്ക് ഇൻ്റർനെറ്റ് കയറ്റാൻ പൈസ വാങ്ങണം, അവൾക്ക് നെറ്റ് കഴിഞ്ഞിരിക്കണം. അപ്പോൾ റീചാർജ് ചെയ്യാനുള്ള ക്യാഷ് മേടിക്കണം. അത് മേടിച്ചിട്ട് നമുക്ക് മെല്ലെ പോവാം. അപ്പോൾ അങ്ങനെ പണിക്കാരുടെ നിന്ന് പൈസ മേടിച്ചു. ഇനി നമുക്ക് അവൾക്ക് റീചാർജ് ജസ്റ്റ് ഒന്ന് എടുത്ത് വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഡ്രൈവിംഗ് സ്കൂൾക്ക് പോവുക. ആദ്യം റീചാർജ് മേടിക്കുക, അവൾക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ പിന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ പോവുക. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് കൂടുന്നത് നമ്മുടെ ഷാഹിദ് ക. അപ്പോൾ ഞാനും ഷാഹിദിക്കും പാടെയാണ് ഒന്ന് റൗണ്ട് അടിച്ചിട്ടും വരാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനും ഷാഹിദിക്കും പാടെ ഇവിടുന്ന് നേരെ ഡ്രൈവിംഗ് സ്കൂളിൽ പോകണു. ഒന്ന് രണ്ട് കാര്യങ്ങൾ അന്വേഷിക്കണു. അത് കഴിഞ്ഞാൽ നേരെ അൽനാസർ പോകണു. അവിടുന്ന് ലോണ്ടറി എടുക്കണം. പിന്നെ അവിടുന്ന് അൽക്കോർ ഒന്ന് പോകാണ്ട് അൽക്കോർ പോയി ആ സാധനം അവിടെ കൊടുക്കണം. അതിന് ശേഷം പിന്നെ ഞങ്ങൾ അൽക്കോർ ഒന്ന് വെറുതെ ചുറ്റിക്കറങ്ങും. ഇന്നത്തെ പരിപാടി അതാണ്. അപ്പം നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ എത്തിക്കുന്നത്. ഈ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ 7 വർഷം മുന്നേ ഞാനും പറഞ്ഞാണ് ലൈസൻസ് എടുത്തത്, നമ്മുടെ ഖത്തർ ഡ്രൈവിംഗ് സ്കൂൾ. നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഒന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. നമ്മൾ എന്താ അന്വേഷിക്കാൻ വന്നത് ചെറിയ കാര്യമാണ്. ചിലപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യും. എനിക്കും അതൊരു ആവശ്യമുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ബാക്കി ചെയ്യാം. അപ്പം നമ്മുടെ ഖത്തർ ഡ്രൈവിംഗ് സ്കൂൾ വന്ന് നമ്മൾ അന്വേഷിച്ചത് എന്താ പറഞ്ഞാൽ എൻ്റെ ഒരു 5ൻ്റെ ലൈസൻസ് പോയിരുന്നു. അപ്പോൾ അത് കിട്ടാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടി വന്നത്. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒരു 250 രൂപ ഉണ്ടെങ്കിൽ പോയാൽ കിട്ടും എന്ന് തന്നെ പറഞ്ഞത്. ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ഒന്നുകൂടി കൺഫേം ആക്കാൻ വേണ്ടി പോയതാണ്. നമുക്ക് പിന്നെ വന്നതിന് അതൊരു ബുദ്ധിമുട്ട് വേണ്ട വെച്ചിട്ട് അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയതാണ്. എന്തായാലും അതൊരു വിവരമായി. പക്ഷേ ക്യാഷ് പാടില്ല, ഒരു ATM. നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ എന്ത് പരിപാടിക്കും നമ്മൾ പോകണമെങ്കിൽ ഹോസ്പിറ്റലായിക്കോട്ടെ, അതേപോലെ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, അതേപോലെ തന്നെ എന്ത് പരിപാടിക്ക് പോകണമെങ്കിലും ഫുൾ ATMലാണ് നടക്കുകയുള്ളൂ. ക്യാഷിൻ്റെ പരിപാടി നടക്കില്ല, ഫുൾ ATM പേയ്മെൻറ്റ്. അപ്പോൾ അതെന്തായാലും ഒന്ന് ശ്രദ്ധിച്ചോളി. അപ്പോൾ ലോണ്ടറി പോയപ്പോൾ ടൈമിൽ ഷാഹിദൊക്കെ എടുത്ത വീഡിയോ ആണിത്. ഞാനിങ്ങനെ ഇരിക്കുന്നത് കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷാഹിദൊക്കെ എടുത്താണ് സംഭവം. എന്തായാലും നല്ലൊരു കാര്യത്തിൽ വിട്ടു നമുക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ലോണ്ടറി എടുത്തിക്കണേ. ഈ വന്നതും പോയതൊന്നും കാണിക്കേണ്ട വിചാരിച്ചു. നമ്മൾ മുന്നേ ഈ ലോണ്ടറി കാര്യങ്ങളൊക്കെ വന്നതും കാണിച്ചതാണ്. അപ്പോൾ പിന്നെ അത് കാണിച്ച് വെറുതെ നിങ്ങളെ ചടപ്പിക്കേണ്ട വിചാരിച്ചു. പണിക്കാർക്ക് റീചാർജ് മേടിക്കാനായിരുന്നു. അത് മേടിച്ചെടുത്തിട്ട് അതിൻ്റെ പരിപാടി തീർത്ത് ഇനി നേരെ അൽക്കോർക്ക് വെച്ച് പിടിക്കുക. അൽക്കോറിൽ നമുക്ക് ഇനി അൽക്കോർ മാൾ എത്തുമ്പോൾ ഞാൻ നിങ്ങളെ നമുക്ക് അൽക്കോർ മാളിൻ്റെ ഏരിയയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഷാഹിദ് ഖാൻ്റെ കൂടെ ഇപ്പോൾ നമുക്ക് ഫോൺ ഇവിടെ ഒരു ഭാഗത്ത് വെക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഷാഹിദ് ഖാനെ കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ഞാനും ഷാഹിദ് ഖാൻ അങ്ങോട്ട് ആറാട്ടാണെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നമ്മുടെ അവിടെയൊക്കെ ഇങ്ങനെ ട്രാഫിക് വരണമെങ്കിൽ, അതായത് നമ്മുടെ ഈ ഷമ്മാർ റോഡിലൊക്കെ മെയിനായിട്ട് ട്രാഫിക് വരെ വണ്ടി തട്ടിയാലൊക്കെയാണ്. നമുക്ക് വണ്ടി തട്ടിയൊന്നും കാണിക്കാൻ പാടില്ല, കാരണം എന്താണ് ഫൈൻ കിട്ടും. ഞാൻ ജസ്റ്റ് ഈ ട്രാഫിക് കാര്യങ്ങളൊന്ന് കാണിച്ചാന്ന് മാത്രം. അൽക്കോർ മാൾ പോവാ. എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മളൊരു ബീച്ച് കാണിക്കുമോ? അത് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മളവിടെ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാൻ പോയിട്ടുണ്ട്. പക്ഷെ നമ്മളന്ന് യൂട്യൂബിൽ എടുത്തിട്ടില്ല. പക്ഷെ നമുക്ക് ആ സ്ഥലം ഒന്ന് കാണിച്ചു. അടിപൊളി ഏരിയ ആണ്, നമുക്ക് പീസ്ഫുൾ ഏരിയ ആണ്. നമുക്ക് സർപ്രൈസ് ആയിട്ട് ഇടാം. എന്നാലും വീഡിയോ ലാസ്റ്റ് നമ്മുടെ വ്യൂവേഴ്സ് കാണുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് അവർക്ക് ലാസ്റ്റ് കിട്ടു കൊടുക്കാതെ സ്പോട്ട് അല്ലേ? ഓ, നമുക്കൊന്ന് അൽക്കോർ മാൾക്ക് പോവാം. അൽക്കോർ മാളിലേക്ക് വിടാം. നമ്മളങ്ങനെ അൽക്കോറിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് സിഗ്നലിലാണ്, അതായത് നമ്മുടെ ലുസൈല് അല്ലേ? ലുസൈലിന് അവിടെ ടച്ച് ചെയ്താൽ ഫസ്റ്റ് കിട്ടുന്ന സിഗ്നലാണ് ഈ കാണുന്നത്. ആ സിഗ്നലിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഒരു അടിപൊളി പള്ളിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ വെള്ള കളറാണെങ്കിൽ പെട്ടെന്ന് നോക്കി നമുക്ക് താജ്മഹലിനൊക്കെ ഒരു ലുക്ക് കിട്ടൂലേ? ഒരു മിനാറുള്ളത് 4 മിനാരും അതൊരു വെള്ള കളറാണെങ്കിൽ ഈ ഒരു താജ്മഹൽ നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു രൂപത്തിലാണ് ഈ പള്ളി. സംഭവം എന്തായാലും നല്ല ഒരു എടുപ്പുള്ളൊരു പള്ളിയില്ലേ ഷാഹിദ്? അത് നമ്മളങ്ങനെ നമ്മുടെ ഈ സിഗ്നൽ കടന്നതോടുകൂടി നമ്മൾ അൽക്കോറിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ അൽക്കോർ മാളിന്റെ അടുത്ത് അൻസാർ നമ്മുടെ സാധനം മേടിക്കാനൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. മാറ്റിന്റെ
ശനിയാഴ്ചകളിലൊക്കെ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ മേടത്തൊപ്പം വരലുണ്ട്. അപ്പോൾ ഇവിടുന്നൊക്കെ സാധനം പിടിക്കും. ഓരോ സമയത്ത് ഓരോ ഭാഗത്തു നിന്നാണ്. മിക്കവാറും ലുലുന്നാവും എടുക്കുക. അൽക്കുർമാള് നമ്മുടെ ലുലു ഉണ്ട്. പക്ഷെ ഒരു വട്ടം ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ കയറിയെന്ന് പറയാം. അപ്പോൾ റൈറ്റ് സൈഡില് ഇനി നമ്മുടെ കുറച്ചുകൂടി മുന്നോട്ട് ചെന്നാൽ നമുക്ക് നമ്മുടെ കാണണ്ടാവും. ഇവിടുന്ന് കാണണ്ടാവില്ലേ? കാണില്ലേ? നമ്മൾ പറഞ്ഞ നമ്മുടെ അൽഖോർ മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു സാധനം തപ്പി ഇറങ്ങിയതാണ്. ഇപ്പോൾ ഒരുപാട് കടകളിൽ നമ്മളിത് നോക്കി ഒരു വാച്ച് തപ്പി ഇറങ്ങിയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ശരിക്കും അൽഖോർ മാൾക്ക് വന്നത്. അപ്പൊ കിട്ടണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഡീറിംഗ് ലുലു, കറാഫ ലുലു അവിടെയൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ കൂടി ഉള്ളു ഒരു ലുലു, എന്തായാലും വന്നല്ല. അപ്പോൾ നമുക്ക് ഇതാ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ലുലു. അതായത് ഇതിന്റെ നേരെ ഹാഫ് ലുലു, ഹാഫ് അൽഖോർ മാളാണ്. ഞാൻ വിചാരിച്ചിട്ട് അൽഖോർ മാള് പറയുന്ന ആ ബിൽഡിങ്ങിനെ ആ ഒരു ഇത് മൊത്തത്തിന് പറയുന്നതാണ്. സംഭവം രണ്ട് സെപ്പറേറ്റ് സെക്ഷനാണ്. അപ്പോൾ നമ്മളെന്തായാലും ഈ അൽഖോർ മാളിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാര്യമായിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല. മാളുകളുടെ ഉള്ളിലൊന്നും അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ഭാഗമല്ലേ ഷാഹിദ് കാ? കാണിക്കാം എന്തായാലും. നമ്മളുടെ എൻട്രൻസിലാണ്. അപ്പോൾ അങ്ങനെ കയറിയപ്പോൾ നമ്മളിവിടെ കണ്ടു നമ്മുടെ ഒരുപാട് ആർട്ട് വർക്കുകൾ കണ്ടു. അപ്പോൾ അതുകൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചാൽ വിചാരിച്ചതുണ്ടല്ലേ ചുമരിലേ. അതിൽ അവരുടെ ഐഡിയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു രസമുണ്ടല്ലേ, ഒരു ഹബീബ എമ്മോ അങ്ങനെ എന്തൊക്കെയാണ് കാണുന്നത്. നമുക്ക് ഏതായാലും പാർക്ക് ചെയ്യാം. പാർക്ക് ചെയ്തിട്ട് ഉള്ളിൽ കയറിയിട്ട് നോക്കാം എന്താ ലെവലിൽ. അപ്പോൾ ഇതാ നമ്മുടെ അൽഖോർ മാളിലേക്ക് കയറുന്നത്. 4ാമത്തെ ഡോറിന് വഴിയാണ് കയറുന്നത്. കൂടെ നമ്മുടെ ഷായക്കുണ്ട്. നമ്മൾ വണ്ടി ഇതാ അവിടെ പാർക്ക് ചെയ്തിക്കണ്. ഇനിയിപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറട്ടെ. ഉള്ളിൽ കയറിയാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. മാളുകളുടെ ഉള്ളിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടാവും എന്ത് വീഡിയോ എടുക്കാൻ പാടില്ലെന്നേ ഷാഹിദ് കാ. വീഡിയോ എടുക്കാൻ പാടില്ലെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അൽഖോർ മാളൊക്കെ കറങ്ങി ഇറങ്ങി. പക്ഷേ വന്നതൊരു കാര്യത്തിനാണ്, നടന്നത് വേറൊരു കാര്യമാണ്. പറഞ്ഞ പോലെ ഒരു സാധനം മേടിച്ച് കുറേ തപ്പി. നമ്മൾ 2-3 ദിവസമായിട്ട് തപ്പി നടന്ന സാധനമാണ്. അത് ഉദ്ദേശിച്ച കളറും, അതെ ഉദ്ദേശിച്ച കളറും ഉദ്ദേശിച്ച സാധനവും കിട്ടിയിട്ടുണ്ട്. ഒന്നും നോക്കിയില്ല. അത് കിട്ടാൻ ഭയങ്കര ഡിമാൻഡ്. നമ്മൾ വരെ ഏകദേശം എത്ര ഷോപ്പുകൾ കയറിയിട്ടുണ്ടാവും, എത്ര വാച്ചുകടകൾ കയറിയിട്ടുണ്ടാവും? ഒരു 5-6 ഷോപ്പിലൊക്കെ കയറിയിട്ടാണ് ഇപ്പോൾ സംഗതി കിട്ടിയത്. 5-6 ഷോപ്പ് കയറിയിട്ട് സാധനം കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് നമുക്ക് പിന്നെ ചെയ്യാം, അതെന്താന്നൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഇനി നമ്മൾ വേറൊരു സ്പെഷ്യൽ സ്ഥലം കാണിക്കുന്നു പറഞ്ഞത്, അത് കാണിച്ചു തരാം. ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് സമീസ്മ ബീച്ചിൻ്റെ ഓരത്ത് കൂടെ ആണല്ലേ. ഇത് ഈ ഭാഗത്തല്ലേ ബീച്ച് തന്നെ? ഈ ഭാഗത്താണ് ബീച്ച്. ഈ കാണുന്നതാണ് സമീസ്മ ബീച്ച്. അതായത് രാത്രി കാലങ്ങളിലൊക്കെ ഉണ്ടാവും ഹട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വന്ന് ഇരിക്കാനും ഒക്കെ അതിന് സെറ്റപ്പ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടുക്കല്ല പോകണം. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു അടിപൊളി സ്ഥലമുണ്ട്. അതായത് നമ്മുടെ എറണാകുളത്തൊക്കെ പോയി കഴിഞ്ഞാലാണ് ഷാഹിദ് മറ്റേ കായലോരത്ത് നീളത്തിന് ഇല്ലേ കടലിന്റെ നടുക്ക് പോണ പോലെ അങ്ങനത്തെ സെറ്റപ്പിലുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പൊ നമ്മളിപ്പോ ബേപ്പൂരുണ്ട് അങ്ങനെ കടലിന്റെ നടുവ് കൂടെ ഒരു വഴി മാത്രം പോയിട്ട് എൻഡ് പോയി നിൽക്കണ്. ഈ തട്ടത്തിന് മരത്ത് സിനിമയിൽ ലാസ്റ്റ് ഭാഗങ്ങളിലൊക്കെ കാണും അങ്ങനത്തെ ഒരു ഏരിയ. അപ്പൊ അങ്ങനത്തെ ഒരു ഏരിയ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഒരു വട്ടം രാത്രി ഇവിടെ ഒന്ന് ക്യാമ്പ് അടിച്ച് നമ്മൾ ചെക്കന്മാരെല്ലാവരും പാടൊക്കെ ആയിട്ട്. അപ്പൊ ആ ഒരു ഏരിയക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങോട്ടുള്ള വഴിയിലോട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. ചെറിയ പള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഡ് ഇത്തിരി മോശമാണ്, പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റിയൊരു ഏരിയ, അടിപൊളി ഏരിയ ആയിരുന്നു. ഞങ്ങളന്ന് വന്ന് നല്ല തണുപ്പത്ത് അല്ലേ, അടിപൊളി തണുപ്പായിരുന്നു. നല്ല തണുപ്പും കാര്യമായിരുന്നു. ഇത് നമ്മൾ നേരത്തെ ഈ ഏരിയ കാണുന്നത് നമ്മൾ നേരത്തെ കാണിച്ചൊരു ഏരിയയാണ്. ഇതിനുള്ളിൽ വന്ന് കണ്ടോ ഹട്ട് കാര്യങ്ങളുണ്ട്, കളിക്കാനുള്ള സെറ്റപ്പുകളുണ്ട് കുട്ടികൾക്ക്. പിന്നെ അതേപോലെ വോളിബോളിൻ്റെ സെറ്റപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങനെ നെറ്റ് കാണണ്ടോന്ന് അറിയില്ല. വെള്ളം ഇറങ്ങി പോയിക്കണം കേട്ടോ ഈ സമയത്ത്. വെള്ളമൊക്കെ ഇറങ്ങി പോയിക്കാണ്. പക്ഷെ നമ്മൾ പോണ ഏരിയ കണ്ടോ അങ്ങനത്തെ ഒരു ഏരിയയാണ്. അതായത് ഇങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. ഇതിപ്പോ വെള്ളം ഇറങ്ങി പോയിക്കാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ കടൽ ഇങ്ങനെ കേറി വരും. വൈകുന്നേരങ്ങളിലാണ് കടൽ കയറുക അല്ലേ. ഇപ്പൊ കടൽ ഇറങ്ങി പോയിക്കാണ് കണ്ടോ. നനവ് പോലും വിട്ടിട്ടില്ല, ചേറ് പോലെ കിടക്കുന്ന ഏരിയ കണ്ടോ. പക്ഷേ എങ്കിൽ നമ്മൾ അന്ന് വന്നപ്പോഴും രാത്രി ഇതേപോലെ തന്നെ എഴുതുന്നുണ്ട്. വെള്ളം കുറച്ച്
ഇറങ്ങിയിട്ടാണ് തോന്നുന്നു. പക്ഷെ നമുക്ക് എന്തായാലും അറ്റത്തേക്ക് പോവാ, അറ്റത്ത് ഇങ്ങനെ നീണ്ട് വല്ല ഇങ്ങനെ പോവാ, എന്നിട്ട് അവിടെ പോയിട്ട് വെള്ളം ഉണ്ടോ നോക്കാം ആ ഏരിയയില്. ഈ ഇപ്പൊ അവിടെ കാണിച്ചു കൊടുക്കും. ഈ ഒരു ഇതിൽ ഇങ്ങനെ രാത്രി ആയി കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ കേറി ടൈമില് നല്ല ഞണ്ടുണ്ടാവില്ലേ. ഇവിടെ ഞങ്ങളന്ന് മീൻ പിടിക്കാൻ അമീന് മീൻ പിടിക്കാനുള്ള സെറ്റപ്പൊക്കെ ആയിട്ട് പോന്നിരുന്നു. പക്ഷെ ഫുഡൊക്കെ അടിച്ചിട്ട് അവൻ മാത്രം മീൻ പിടിക്കാൻ പോയി. എന്നിട്ട് നമ്മളെല്ലാരും പാടെ അങ്ങോട്ട് ശരി നാട്ടിട്ട് തിരിഞ്ഞു. ചെമ്മീന് നമ്മള് പിറ്റേ ദിവസം റോസ്റ്റ് ആക്കി അതിനെ പിടിച്ചിട്ട് ചെമ്മീനെ പിടിച്ചിട്ട്. പക്ഷെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്, ഒഴിഞ്ഞ ഒരു ഏരിയ. പക്ഷെ നമുക്ക് അറ്റത്തേക്ക് പോവാ, അങ്ങോട്ട് അറ്റത്തേക്ക് പോയിട്ട് ഇതാക്കാം. പക്ഷെ വെള്ളം ഇറങ്ങി പോയിക്കണ്ട. ഇതാ ഇപ്പൊ വെള്ളം മെല്ലെ മെല്ലെ കേറി വരുന്നുണ്ട് ചോദിച്ചാൽ എന്താ ലെവലൊന്നും അറിയില്ല. നമ്മള് രാവിലെ വന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ വെള്ളം ഇറങ്ങി പോയിക്കാണ്, അത് നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. പുളിമൂട് അവിടെ പോയൊരു ഇത് കിട്ടും. ബേപ്പൂരിൽ എങ്ങനെയാണ് ബീച്ച്? ഇത് ഈ ഒരു കളർ കിട്ടുമോ? നമ്മുടെ നാട്ടിലൊക്കെ ഈ കളർ കിട്ടുമോ? ഇതിലും അടിപൊളിയാണ് അവിടെ കാണാൻ. ഇപ്പൊ അവിടെ ബേപ്പൂരിലോ? ഇത് കണ്ട. അപ്പൊ ഇത് ജസ്റ്റ് ഈ രണ്ട് ഭാഗത്തും കടല്, ഫുള്ള് നേരെ റോഡ്, ഇത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് അറ്റത്ത് പോവാം, അറ്റത്ത് പോയിട്ട് ഇടാം. വെള്ളത്തിന്റെ കളറൊക്കെ നോക്കിയാണ് തളങ്ങൾ കാണുന്നുണ്ട് ഇടാം. രാത്രി ടൈമിൽ വന്നു കഴിഞ്ഞാല് ആ കുത്തി പിടിക്കുന്ന ആ സാധനമാണോ കുന്തം, അതുണ്ടെങ്കിൽ നെണ്ട് പിടിക്കാൻ കഴിയാ. എന്താ വെള്ളത്തിന്റെ ഒരു കളറ്, സൂര്യൻ കണ്ണു കുത്തണ് കണ്ട. നീ ഇങ്ങനെ രാത്രി ആവും തോറും വെള്ളം ഇങ്ങനെ കേറി 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 ഇങ്ങനെ പോകും. ഇതാണ് അപ്പോൾ നമ്മളാ പറഞ്ഞ ഏരിയ. നീ എന്തായാലും അവിടെ നിർത്തി പുറത്തിറങ്ങിയിട്ട് നമുക്ക് കറക്റ്റ് ഒന്നും കൂടി കാണിച്ചു തരാം. കണ്ടോ, പ്രൈവറ്റ് ആൾക്കാരുടെ ബോട്ടുകളെ തോന്നുന്നുണ്ട്, ചെറിയ ചെറിയ ബോട്ടുകളും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഫിഷിങ്ങിന് ചെറിയ രീതിക്ക് മീൻ പിടിക്കാൻ പോകുന്ന ടീമുകളുടെ വണ്ടി പോകുന്നില്ലേ. മുമ്പോഴത്തെ നമ്മളെ നിർത്തണമെന്ന് ഉദ്ദേശിച്ച സ്ഥലത്ത് വേറെ ടീം ഇട്ടിരിക്കുന്നു. നമുക്ക് എന്തായാലും ഇനി ഇവിടെ ഇടാം, ഇവിടെ ഇട്ടാൽ മതി, കുഴപ്പമില്ല. ഇനി നമുക്ക് വല്ലാതെ സൈഡാക്കണ്ട, ഇറങ്ങി നിൽക്ക്, കുഴപ്പമില്ല. ആയിരിക്കാ ഞാൻ എന്താ വിചാരിച്ചു പറഞ്ഞാ, ഈ വണ്ടി ഇരിക്കുന്നിടത്തേക്ക് റിവേഴ്സ് ആക്കിയിട്ടിട്ട് ബാക്ക് ഭാഗം തുറന്നിട്ട് ഇരിക്കാന്നാ വിചാരിച്ചു. ഞാനും അതന്നെ വിചാരിച്ചേ, വണ്ടിന്റെ ബാക്ക് ഭാഗം അങ്ങോട്ടാക്കി നമ്മളവിടെ കാറ്റടിച്ചിരിക്കാൻ വിചാരിച്ചത്. ഇപ്പൊ കാറ്റടിച്ച് അവര് ഇരിക്കണം, നമ്മളിങ്ങനെ നിൽക്കലുണ്ടാവും പറഞ്ഞാലേ. കാറ്റടിച്ചിട്ട് ഓല് പോണം, എന്നാലും നമുക്ക് അവിടെ പോയി ഇരിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ തൽക്കാലം പുറത്തിറങ്ങിട്ട് പുറത്തുനിന്ന് 2 വ്യൂ എടുക്കാം. എന്താ പാട്, നമ്മൾ ഇറങ്ങല്ലേ? അപ്പൊ ഞാനിപ്പോ പുറത്തേക്ക് ഇറങ്ങി നിൽക്കണ്ടോ. പക്ഷെ ഇനിയിപ്പോ കാറ്റടിക്കണോണ്ട് എത്രത്തോളം സൗണ്ട് കിട്ടും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയൂല. പക്ഷെ ഇതുണ്ടോ വെള്ളത്തിന്റെ ഒരു കളറൊക്കെ ഉണ്ടോ. നമുക്ക് കുറച്ചും കൂടി ഒന്ന് അടിയൊക്കെ ഇറങ്ങി നോക്കാം. വല്ലാതെ ഇറങ്ങി പോണ്ട, ഒരു ലെവലിലേക്ക് ഇറങ്ങി പോയാൽ മതി. പക്ഷെ ഇവിടെ അടിപൊളി കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ കേട്ടോ. വഴുക്കുവോ ഷാരിക്ക് വെള്ളത്തിൽ ഇറങ്ങോടാ, വരി ഷാരിക്ക് അവിടെ നിൽക്കണേ. ഇവിടെ ഇതുവരെയൊക്കെ വരാം, നമുക്ക് വെള്ളമൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ പത ഇറക്കണുണ്ടോ. എന്തായാലും നമുക്കേ കുറച്ച് നേരം വെള്ളത്തുമ്പോൾ കാലൊക്കെ ഇട്ടിട്ട് ഇരിക്കാം. എന്തായാലും ഇപ്പോൾ നമ്മളാ വേണ്ട, നമ്മുടെ മുമ്പിൽ വണ്ടി വന്നു വരും. നമ്മളൊരു 2-3 മിനിറ്റിനായിട്ട് വഴുകിപ്പോയി, അല്ലേ? 2-3 മിനിറ്റ് വഴുകിപ്പോയി. അല്ലെങ്കിൽ നമുക്ക് മുമ്പിലിട്ടിട്ട് ആർമാനിക്കാറുണ്ട്. പക്ഷെ നല്ല കാറ്റുണ്ട് കേട്ടോ. ഇപ്പോൾ ആ വെയിൽ ഈ കാണുന്ന വെയിലിൻ്റെ ആ ചൂടല്ല, തണുപ്പാണ്. നല്ല കാറ്റ് വീശുന്ന ഒരു സ്ഥലം. ഇറക്കി പോകണ്ട്. ഞാൻ ഈ വെള്ളത്തിൽ കറങ്ങൂല, കാലിക്ക് വെള്ളമായി വണ്ടി കയറുമ്പോൾ ആ കിടക്കാറാവും. ഷാരിഖാൻ ഇട്ടിട്ട് വണ്ടി എടുക്കാറുണ്ട്. അല്ലല്ല, വെള്ളത്തിൽ കറങ്ങട്ടെ, കുറച്ച് നേരം തണുത്ത വെള്ളത്തിൽ കാലിട്ടിരിക്കാം അല്ലേ? ഞാനും ഷാരിക്കും പാടെ ഒന്ന് കണ്ടോ വെള്ളത്തിൽ കാലിട്ടിട്ട് കാച്ചിട്ടാ. ഞാൻ കാലിട്ട് നോക്കട്ടെ. അതെന്തെങ്കിലും ചിരിച്ച് ഞാൻ എന്തൊക്കെ തള്ളി വിടുന്നുണ്ട്, അത് കേട്ടിട്ട് മൂപ്പര് ചിരിക്കാണ് സംഭവം. അപ്പം അതാ നല്ല തണുപ്പ്, കാറ്റുകാരോട് സൗണ്ട് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. കുട്ടികളെ പോലെ ഷാരിഖാൻ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോട്ടെ കുറച്ചും കൂടി. എനിക്ക് നീന്താൻ അറിയില്ല.
കല്ലോട്ടുവീഴില് പണ്ട് കാലങ്ങളിൽ കല്ലോട്ടുവീഴിന്റെ കഥ ഒന്നും പറയണ്ട. ഒരുപാട് പേര് സ്കൂൾ വെക്കേഷനിൽ പോയി ചാടും, എന്നിട്ട് അവിടെ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാം. അല്ല ഉണ്ടായിക്കണ് ഞങ്ങളുടെ അവിടെയൊക്കെ പലപ്പോഴും ഈ വെക്കേഷൻ ടൈമിൽ കുട്ടികൾ വള്ളത്തിൽ ചാടിയിട്ട് പിന്നെ നീന്താറിയാണ്ടോ നീന്താറിയിട്ട് ചിലവരുണ്ട് കൊണ്ടുപെട്ട് കഴിഞ്ഞാൽ കിട്ടാൻ ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ മരിച്ച കഥകളൊക്കെ ഒരുപാട് ഞങ്ങൾ സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ ഉണ്ടായിക്കണ്. ഞാൻ നീന്തും, പക്ഷെ എന്താ പറയാ പെട്ടെന്ന് കുറയും. ഇതിപ്പോ നീന്തി കഴിഞ്ഞാൽ ബാക്കില് കൊട്ടയിലിട്ട് കൊണ്ടുകൊണ്ട് വരും, ഉള്ളിൽ കയറ്റൂല. ഞാനും നമുക്ക് വേണ്ട എന്താ അറിയാത്ത കൊണ്ട് ഇതുവരെയൊക്കെയുള്ള ഇത്രയുള്ള പരിപാടിയൊക്കെ മതി, ഇതിനുള്ള പരിപാടിയൊക്കെ മതി. പക്ഷേ ഇനി എന്തായാലും ഞങ്ങൾ ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യട്ടെ. നമ്മളിപ്പോൾ എത്ര പറയാനുള്ളൂ ഇതിനെ പറ്റിയിട്ട്. പക്ഷേ ഈ ഒരു സ്ഥലത്തേക്ക് വരികയാണെങ്കിൽ ഇത് പറ്റിയൊരു സ്പോട്ടാണ്, നല്ലൊരു സ്പോട്ടാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കാം? നല്ലൊരു സ്ഥലമാണ്, നല്ല സ്ഥലം. ചൂടാനും അല്ല നമ്മളന്ന് വന്ന് അടിച്ചു പൊളിച്ചില്ലേ, അടിപൊളി ഏരിയയില്ലേ. പക്ഷെ അന്ന് വള്ളത്തിന്റെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, വള്ളം എത്ര ഉണ്ടായിരുന്നില്ല അല്ലേ? രാത്രി വരണം അതിനൊക്കെ. വള്ളത്തിന്റെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യട്ടെ. അതേപോലെ നമ്മുടെ വീഡിയോ എന്തായാലും നമുക്ക് ഇവിടെ വൈൻഡപ്പ് ആക്കുക, ഒരുപാട് ലെങ്ത് ആയിട്ടാവും വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല. എന്തായാലും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് നെഗറ്റീവായിട്ടായാലും പോസിറ്റീവായിട്ടായാലും അറിയിക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഗുഡ് ബൈ.